ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर का आदि पवित्र नाम को महिमा हो. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, मैं पिछले हफ्ते मैंने बोला था നമുക്കിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കണം. आज हम सब पवित्र आत्मा का भरपूरी के साथ आराधना करना है. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? कितने लोगों को इच्छा है? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. आज दिन में पवित्र आत्मा हमारा मध्य में है. ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ ഇന്ന് ആത്മാവിന്റെ വചനമാണ് മുഴുവൻ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. जैसे मैंने सोचा वैसा आत्मा पवित्र आत्मा का वचन आज ये हम प्रचार कर रहे हैं. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. परमेश्वर का आत्मा हमारा मध्य में है तो परमेश्वर का आत्मा हमारा बीच में कार्य करेंगे. അല്പനേരത്തെ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ആരാധിക്കാനായിട്ട് ഒരുങ്ങുക. इस वचन के आखिरी समय 15 मिनट हम आराधना के लिए जाएंगे. ആരും ഇങ്ങനെ അങ്ങും ഇങ്ങും നോക്കിയിരിക്കരുത്. ഹൃദയം നിറഞ്ഞ് ദൈവസന്നിധിയിൽ ആയിരിക്കുക. कोई भी इधर उधर देखकर नहीं बैठना है. हृदय खोलकर प्रभु का सन्निधि में आराधना करना है. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുന്നത്? क्यों पवित्र आत्मा हमारे जीवन में आ रहे? ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ परमेश्वर हमारे जीवन में कार्य करने के लिए നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. हम तैयारी के साथ प्रभु का सन्निधि में बैठना है. എത്ര പേര് സ്നാനപ്പെട്ടവരുണ്ട് ഇവിടെ? कितने लोग बपतिस्मा लिया? സ്നാനപ്പെട്ടവരെല്ലാം പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. जितने लोग बपतिस्मा लिया उतने लोग पवित्र आत्मा को पाना है. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തവർക്ക് ആർക്കും ദൈവത്തോട് അടുത്തിരിക്കുവാൻ കഴിയില്ല. जिसका जीवन में पवित्र आत्मा है उस व्यक्ति परमेश्वर का करीब नहीं बैठ सकता है. നമ്മൾ സങ്കീർത്തനം കേട്ടു. हम भजन संहिता से सुना. അതിന് 1-2 വാക്യത്തിൽ നല്ല രീതിയിലാണ് ദൈവത്തിന്റെ വചനം സംസാരിച്ചത്. पहला भजन संहिता का पहला और दूसरा आयत से प्रभु का दास अच्छी तरह से हमसे बात किया. ദൈവദാസൻ നന്നായിട്ട് അത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. परमेश्वर का श्रेष्ठ दास अच्छी तरह से उस वचन से बात किया. ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്നവരായി നമ്മൾ മാറണം. हम परमेश्वर का सन्निधि में दौड़ कर आना. ദൈവമേ, ഇവിടെയുള്ള ജനം പരിശുദ്ധാത്മാവ് നിറയണം. परमेश्वर हाँ का सभी लोग पवित्र आत्मा का भरपूरी के साथ आराधना. ഞാൻ വചനം വായിച്ച് വെറുതെ ഇരിക്കത്തില്ല. मैं वचन पढ़कर ऐसे खाली नहीं बैठेंगे. ഞാൻ അല്പനേരം ജ്ഞാനിക്കുവാൻ ഇടയായി തീരും. मैं कुछ देर बैठकर मैं उसके बाद वचन मनन करूंगा. അത് കഴിഞ്ഞിട്ട് അല്പനേരം ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കും. उसके बाद थोड़ी देर में प्रार्थना करूंगा. അങ്ങനെ എൻ്റെ ദൈവവചനം എന്നോടൊന്ന് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. उस समय परमेश्वर मुझसे बात किया. യെശയ്യാവിന്റെ പുസ്തകം यशायाह भविष्यवक्ता का किताब 11-ാം അധ്യായം उसका 11 अध्याय അതിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. उसका दूसरी आयत हम पढ़े. यशायाह भविष्यवक्ता का किताब 11 अध्याय उसका दूसरा आयत. ഓ ആമേൻ. आमेन. ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നു. यहाँ परमेश्वर का वचन स्पष्ट रूप में हमसे बात कर रहा है. ഒന്നാമത് പറയുന്നു, ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ മേൽ വരുവാനിടയായി തീർന്നു. हमें सबसे पहले वहाँ ऐसे लिखा है कि बुद्धि और समझ का आत्मा. രണ്ടാമത് വിവേകത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് വരുവാനിടയായി തീർന്നു. दूसरा है युक्ति प्रकार का आत्मा. ചില ആലോചനകളുടെ ആത്മാവിന്റെ ഉള്ളിൽ വരുവാനിടയായി തീർന്നു. हमें ऐसे एक आत्मा मेरा जीवन में आ गया. ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് വരുവാനിടയായി തീർന്നു. और ज्ञान का आत्मा मेरा जीवन में आ गया. യഹോവ ഭക്തിയുടെ ആത്മാവിന്റെ ഉള്ളിൽ വരുവാനിടയായി തീർന്നു. भक्ति का आत्मा मेरे ऊपर. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. आज हमें जितने लोग पवित्र आत्मा को नहीं पाया वो लोग पवित्र आत्मा को प्राप्त करना है. ദൈവത്തിന്റെ ആലോചനയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. परमेश्वर की इच्छा के लिए हम अपने आप समर्पण कर देना है. ആരും അങ്ങും നോക്കിയിരിക്കരുത്. कोई भी इधर उधर देखकर नहीं बैठना है. എനിക്ക് ഈ ആത്മാവിനെ ആവശ്യമാണ്. आज मुझे इस पवित्र आत्मा का जरूरत है. നമ്മൾ ആത്മാവിൽ ആരാധിക്കാന്ന് ഞാൻ പറയുമ്പോൾ हम आत्मा में आराधना करूंगा कर मैं कहने का समय നിങ്ങൾ എല്ലാവരും മുട്ടയിലിരിക്കണം. हमें सभी लोग घुटने में बैठना है. നിങ്ങളെ തന്നെ നിങ്ങൾ മറക്കണം. हमें अपने आप हम भूलना है. ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി വാഞ്ചിക്കണം. पवित्र आत्मा के लिए एक इच्छा हमारे मन में. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു. यूहन्ना का सुसमाचार में ऐसे लिखा है. 24-ാം അധ്യായം 28-29 പറയുന്നു. उसका 24 अध्याय उसका 28 और 29 में ऐसे लिखा है. വായിച്ചോട്ടെ. यूहन्ना का सुसमाचार 24-ാം അധ്യായം 28 ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു.
आमेन। आप लोग उसका गवाही बनूंगा। എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. मेरा पिता ने जो आपसे वायदा किया वो वायदा को मैं पूरी कर दूंगा। ചില വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. कुछ वायदा को परमेश्वर हमें दिया है। ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടണമെങ്കിൽ उस वायदा हमारे जीवन में पूरी होने के लिए നമ്മൾ ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ നട്ടിരിക്കണം. ദൈവത്തിന് क्या സ്തോത്രം. करना है? परमेश्वर की ओर देखना है। അപ്പോൾ മാത്രമേ ഈ ശക്തി നമ്മുടെ മേലേക്ക് പകരത്തുള്ളൂ. तभी उस परमेश्वर का पवित्र आत्मा हमारे जीवन में ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കണം. इस पवित्र आत्मा को मुझे चाहिए कर एक इच्छा आज हमारे जीवन में ഈ होना चाहिए। ശക്തിക്ക് വേണ്ടി ജനം കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. इस शक्ति के लिए हम जागते रहना है। വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ हमें पवित्र वचन में പലയിടങ്ങളിൽ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. हमें ऐसे एक बात देख सकता है। അവരെല്ലാം ശക്തി ധരിച്ചവരായി മാറി. ദൈവത്തിന് സ്തോത്രം. उन सभी लोग उस शक्ति को पहना है कर लिखा അവർ है। ഉയരത്തിലുള്ളത് ലഭിക്കുവാനായി അവർ കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. हमें स्वर्ग से जो आशीष है उनके लिए उन्होंने जागते रहा है। ആ ശക്തിയോടെ വേണം നമ്മൾ ഇവിടെ ആയിരിക്കാൻ. उस शक्ति के सामर्थ के साथ आज हम सभी लोग प्रभु के നേരത്തെ सन्निधि में പറഞ്ഞതുപോലെ 1:8 ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മോട് കാണിക്കുന്നുണ്ട്. आमेन। हम प्रेरितों का काम पहला अध्याय 8 में ऐसे लिखा है। അപ്പോസ്തല പ്രവൃത്തികൾ 1:8 അത് പറയുന്നത്. प्रेरितों का काम पहला अध्याय 8वीं आयत। എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ पवित्र आत्मा आपका ऊपर आने का समय നിങ്ങൾ ശക്തി ലഭിച്ച് आप लोग क्या हो जाएंगे? सामर्थ मिलकर യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും यरूशलेम और सारे यहूदिया और ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. शमरिया में और पृथ्वी की चोर तक मेरे गवाही होंगे। ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ पवित्र आत्मा हमारे जीवन में आने का समय നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളായി തീരുവാനിടയായി തീരും. हम परमेश्वर का गवाही बनेंगे। ഈ ആത്മാവ് നമ്മോട് പലതും നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ये पवित्र आत्मा हमसे बात करूंगा। നമ്മൾ പലയിടങ്ങളിലും കടന്നുപോയി ആത്മാവിനെ കുറിച്ച് പറയുവാൻ ദൈവം നമ്മൾക്ക് ആഹ്വാനം തരും. अनेक जगह में जाकर आमेन वचन कहने के लिए परमेश्वर हम पवित्र आत्मा हमसे कहेंगे। നമ്മൾ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ नया नियम में हमें देख सकता है। ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസന്മാരുടെ മേൽ വന്നപ്പോൾ परमेश्वर का पवित्र आत्मा अपने दासों का ऊपर आ അവർ गया था। ഭൂമിയുടെ അറ്റത്തോളം പോയി സാക്ഷികളായി മാറി. हमें सारे जगह में जाकर परमेश्वर का गवाही बना। ഈ ആത്മാവിന്റെ ശക്തി നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ इस आत्मा का शक्ति यदि हमारे जीवन में आ गई तो നമ്മുടെ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. परमेश्वर का अद्भुत कार्य हमारे जीवन में प्रकट हो जाएंगे। അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞത്, इसलिए यशायाह भविष्यवक्ता से कहा ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ परमेश्वर का आत्मा उसका जीवन में आ गया तब അവൻ പരിജ്ഞാനമുള്ളവനായി മാറി. वो कैसा हो गया? वो बुद्धि हो गई। അവൻ ആരാധനയ്ക്ക് സമയം കണ്ടെത്തി. आराधना के लिए समय मिला है। അവൻ വിവേകത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ज्ञान से वो बात करने शुरू किया। അവൻ യഹോവ ഭക്തി അവന്റെ മേൽ നിറഞ്ഞു നിന്നു. परमेश्वर से भय उसका जीवन में आ गया। ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം, आज दिन में मैं आप लोगों से कहना चाहता हूँ, പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയും. जितने लोग को इच्छा है उतने लोगों को पवित्र आत्मा को परमेश्वर दूंगा। നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. उसके लिए हम तैयारी के साथ प्रभु का सन्निधि में ഇന്ന് നമ്മൾ बैठना। ആരാധിക്കാനായിട്ട് ഒരുങ്ങുക. आज हम आराधना के लिए तैयार कर रहे हैं। സമയത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് നമ്മൾ ആരാധിക്കാൻ പോവുക. हमें समय से अधिक हम प्रभु का सन्निधि में आराधना करने 15 മിനിറ്റ് മുമ്പോട്ട് പോയാലും ഞാൻ ദൈവത്തോട് ആരാധിക്കാൻ പോവുക. 15 मिनट ज्यादा हो गया तो भी मैं परमेश्वर के लिए आराधना करने जा അനേക रहे हैं। കാര്യങ്ങൾ ഈ ഇത് മുഖാന്തരം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. हमें अनेक बात आप लोग से मुझे कहने के लिए നമ്മൾ ആത്മാവിൽ ഉറപ്പുള്ളവരായിരിക്കണം. हम आत्मा में स्थिर रहना है। ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായിരിക്കണം. प्रभु में स्थिर रहना है। അവന്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. परमेश्वर का आत्मा हमारे जीवन में प्रकट होना है। ഈ ആത്മാവ് ഹൃദയങ്ങളിലേക്ക് കടന്നു വരുവാനിടയായി തീരണം. इस आत्मा हमारा हृदय का भीतर आना है। ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് पवित्र आत्मा का काम हमारा जीवन में प्रकट होने के लिए ആത്മാവിലേക്ക് നമ്മളൊന്ന് സഞ്ചരിക്കുവാനിടയായി തീരണം. उस आत्मा की ओर हम भी चलना है। ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. आत्मा का पवित्र आत्मा का कार्य वहां प्रकट होने जा रहे हैं। പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ചില വാക്യങ്ങൾ എന്നോട് വായിക്കാൻ പോവുകയാണ്. पवित्र आत्मा मुझे दिया हुआ कुछ वचन में यहाँ पढ़ने चाहता हूँ। ചിലരെ ദൈവ ആത്മാവിൽ പരിശുദ്ധാത്മാവാൽ മുദ്രയിടുന്ന ഒരു ദൈവമാണ്. हाँ मैं परमेश्वर कुछ लोगों को पवित्र आत्मा में बाड़ा बांधता है। മുദ്രയിടുന്ന
മുദ്രയിടുക എന്ന് പറഞ്ഞാൽ भाड़ा बांधता है कर कर कहने का मतलब ही है നമുക്കറിയാം ലോകത്തിലുള്ള എല്ലാ മരങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हमें हम चारों तरफ देख के लिए तो हमें पेड़ को देख सकता है റോഡരികിലിരിക്കുന്ന വലിയ വലിയ മരങ്ങളും നമ്മൾ കാണാറുണ്ട്. हमें बड़े बड़े वृक्ष को भी हमें देख सकता അത് ഇവിടെയുള്ള ഗവൺമെന്റ് അതിന് മുദ്രയിട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. हमें उस वृक्ष को अपने गवर्नमेंट क्या करता है चारों तरफ ऐसे हमें बाड़ा बांध അത് മുദ്രയിട്ട് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെയാണ്. ദൈവത്തിന്റെ സ്തോത്രം. उसका मतलब यही है कि वो गवर्नमेंट का है. ഇതുപോലെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ हमें परमेश्वर का पवित्र आत्मा हमारे जीवन में आने का समय നിങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിന്റേതാക്കി തീർക്കുന്ന പതിയാടിയാണ് മുദ്രയിടുക. हम कौन बनेंगे हम परमेश्वर का होगा. ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കണം. पवित्र आत्मा हमारे जीवन में आना ഈ चाहिए. ആത്മാവ് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ इस पवित्र आत्मा हमारे जीवन में आने का समय നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. हम ऐसे नहीं बैठेंगे. നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി അധികമായി വെളിപ്പെടുത്തുവാൻ തുടങ്ങും. हम परमेश्वर का कामों को प्रचार ഇന്ന് करेंगे. ദൈവദാസന്മാരെല്ലാം അങ്ങനെയാണ് ഇവിടെ പ്രസംഗിച്ചത്. हमें प्रभु का दास लोग आज वैसे ही हम प्रचार किया. യോഹന്നാൻ 14:25-26 ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ का सुसमाचार 14 अध्याय उसका 26 में ऐसे लिखा है ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരുന്നു. मैं आपके साथ रहने का समय मैं आपसे बात किया था. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുകയാണ്. पवित्र आत्मा को मैं आपको देने जा रहा हूं. ദൈവം ചില ഉപദേശങ്ങൾ നമുക്ക് തരുവാനിടയായി തീർന്നു. कुछ आज्ञाओं को मैं आपको देना चाहता हूं. മറ്റൊരുത്തരിൽ നിന്നും ഇത് ലഭിക്കത്തില്ല. और किसी से पवित्र आत्मा को नहीं मिलता ഈ है. കാര്യത്തിന്റെ കാര്യസ്ഥനെ ദൈവമാണ് നമുക്ക് നൽകുന്നത്. आमीन. ये बात परमेश्वर हमें देता അപ്പൊ है. മുദ്രയിട്ടിരിക്കുന്നവരുടെ മേലിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. जितने लोग को परमेश्वर भाड़ा बांध कर रखा है उसका जीवन में पवित्र आत्मा ചില ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേൽ പലപ്പോഴും ദൈവം നൽകിയിട്ടുണ്ട്. हमें परमेश्वर हमें वायदा को दिया है. എന്താണ് എന്റെ മേലുള്ള വാഗ്ദത്തം? എന്താണ്? मेरा जीवन में परमेश्वर मुझे क्या वायदा दिया है? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്റെ മേൽ കൂടി വെളിപ്പെടുവാനിടയായി തീരണം. पवित्र आत्मा मेरा जीवन में कार्य करेंगे. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ദൈവത്തിന്റെ സ്തോത്രം. मैं कुछ बात आप लोगों से कहना चाहता हूं. ദൈവത്തിന്റെ സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ परमेश्वर का जो सच्चाई का आत्मा आपका जीवन में आने का समय അതെന്നേക്കുമായി നിങ്ങളുടെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. हमेशा आपका साथ रहेंगे. അപ്പൊ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ आत्मा का जो कार्य आपका जीवन में प्रकट होने के लिए ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണം. आत्मा का कार्य हमारे जीवन में प्रकट होना ഇന്ന് है. പകൽക്കാലം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. आज दिन में मैं आप लोग से पूछना चाहता हूँ എത്ര നാളായി നമ്മൾ ഇതിന്റെ അകത്ത് വന്നിരുന്ന് ആരാധിക്കുന്നു? कितना साल से हम इस कलीसिया से जोड़कर आराधना कर ഈ रहे हैं. ആത്മാവിന് വേണ്ടി നിങ്ങൾ വാഞ്ചിച്ചിട്ടുണ്ടോ? हमें आत्मा के लिए किच्छा आपका जीवन में था क्या? നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത് ആഗ്രഹിച്ചിട്ടുണ്ടോ? आपका कभी भी आप हृदय से प्रभु से पूछा है क्या? ആഗ്രഹിക്കുന്നവരെ ഇടയിലാക്കാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നത്. जितने लोगों को इच्छा है उसका जीवन में पवित्र आत्मा आएंगे. സഹോദരന്മാർ ഒരുമിച്ച് കൂടി വന്നിടത്ത് हमें भाई लोग इकट्ठे होकर बैठने का समय പരിശുദ്ധാത്മാവിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. पवित्र आत्मा उसका जीवन में उतर कर आ गया है. പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് എങ്ങനെയാണ് അവരുള്ളിൽ വന്നത്? पवित्र आत्मा कैसे उसका बीच में उतर कर आ गया? ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ തന്നതുകൊണ്ട് हमें कुछ वायदा परमेश्वर हमें दिया इसलिए അത് ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല തരുന്നത്, केवल आपके लिए नहीं നിങ്ങളുടെ മക്കളുടെ മേലും ഞാൻ ആത്മാവിനെ പകരും. आपका पीढ़ियों को भी मैं मेरा आत्मा को दूंगा. ഇവിടെ കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമല്ല, यहाँ बैठने वाला माता केवल माता पिता के लिए नहीं ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് പകരും. यहाँ बैठने वाला बच्चे लोग का ऊपर भी परमेश्वर पवित्र आत्मा को दूंगा. കർത്താവ് വിളിച്ചു വരുത്തിയ ഏത് വ്യക്തിയെയും परमेश्वर ने जो बुलाकर अलग किया वो सभी व्यक्ति लोगों നീ എത്ര को ദൂരത്തായിരുന്നാലും कितना दूर है तो भी ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. आत्मा तेरा जीवन में उतर कर आएंगे. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി മാറും. हम परमेश्वर का सन्निधि में तैयारी के साथ बैठे നമ്മൾ പലപ്പോഴും പക്ഷപാതം ചെയ്യുന്നവരാണ്. हम कभी कभी परमेश्वर से मांगता है. പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താണ്? उसका मतलब क्या है? ദൈവത്തോട് നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. परमेश्वर से हम बार बार मांगता है. ആത്മാവിന്റെ ചിന്തകൾ ഇന്നതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. आत्मा का चिंता क्या है कर कर पहले हम जानना है. എന്താണ് എന്റെ മേലിലേക്ക് പകരാനുള്ള ആത്മാവ്? मेरा ऊपर परमेश्वर ने जो देने वाला आत्मा क्या है? ആത്മാവിന്റെ പ്രവൃത്തി
നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. उस आत्मा का काम हमारे जीवन में प्रकट हो जाए. യെശയ്യാവ് 11:2 പറയുന്നുണ്ട്, यशायाह भविष्यवक्ता का किताब 11 अध्याय उसका दूसरा आयत में ऐसे लिखा है, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. आमेन. उसका ऊपर परमेश्वर का आत्मा उतर कर അവൻ आएंगे. ജ്ഞാനത്തിന്റെയും പ്രവചനത്തിനായിട്ട് ഒരുക്കമുള്ളവനായി മാറും. ओ हमें बुद्धि हमें वो तैयार करने वाले एक व्यक्ति बनेंगे. യഹോവയുടെ ആത്മാവിനുള്ളിൽ വ്യാപരിക്കുമ്പോൾ हमें पवित्र आत्मा हमारे जीवन में आने का समय ചില ആലോചനകൾ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം പകർന്നു തരും. हमें कुछ चिंता परमेश्वर आपका हृदय में दूंगा. നീ അറിയാത്ത ചില കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. अभी तक आपने नहीं जाना वैसे एक चिंता आपका जीवन में आएंगे. നമ്മൾ എത്ര നേരം ദൈവമായിട്ട് സംസാരിക്കാറുണ്ട്. हम कितने देर परमेश्वर से बात करता है. മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നു. मनुष्य से परमेश्वर बात करता है. മനുഷ്യർ എത്ര പ്രാവശ്യം ദൈവത്തോട് സംസാരിക്കാറുണ്ട്. मनुष्य कितने बार परमेश्वर से बात करता है. ദൈവത്തോട് നമ്മൾ സംസാരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. हाँ, परमेश्वर के लिए बात करने के लिए हम अपने आप समर्पण कर നമ്മൾ देना है. പലപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമ്പോൾ हम कभी कभी प्रार्थना के लिए बैठने का समय നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हमारा हमें चिंता के अनुसार हम प्रार्थना करते हैं. ദൈവവചനമായി പറയുന്ന ഒരു കാര്യമുണ്ട്, हमें वचन में ऐसे लिखा है, മനുഷ്യന്റെ ആത്മാവിനെ എല്ലാം നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് मनुष्य का आत्मा को मैं तुम्हें नहीं दिया, ദൈവത്തിന്റെ ആത്മാവത്രേ നിന്റെ ഉള്ളിൽ मैं പകർന്നിരിക്കുന്നത്. तुम्हें पवित्र आत्मा को दिया है. ഈ ആത്മാവാണ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കേണ്ടത്. इस आत्मा आपका जीवन में हमें फैलना चाहिए. ഇത് നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ये आत्मा आपका जीवन में आने का समय നീ തന്നെ അറിയാതെ നിന്നെ തന്നെ നീ മറക്കും. आमेन. आपको अपने आप भूल जाएंगे. ആ മറവി എന്ന് പറയുന്നത് आमेन. वो कैसे भूल ഈ जाएंगे? ലോകത്തിലുള്ളതെല്ലാം നീ മറക്കും. दुनिया का सारे बातों को आप क्या करेंगे? भूल जाएंगे. ആത്മാവ് നിന്നിൽ ചില ഉപദേശങ്ങൾ തരാൻ തുടങ്ങും. पवित्र आत्मा आपको क्या करेंगे? एडवाइस दूंगा. അത് നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ पवित्र आत्मा का जीवन में आने का समय നീ അറിയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ തുള്ളാൻ തുടങ്ങും. आमेन. आपको भी हमें नहीं मालूम है, अब नाचने प्रभु का सन्निधि में आराधना के साथ नाचने शुरू ഈ करूंगा. ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ജനം കാത്തിരിക്കുന്നത്. इस आत्मा का काम के लिए सब लोग तैयारी ഈ के साथ बैठ रहे हैं. ആത്മാവില്ലാത്തവർക്കാർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. जिसका जीवन में पवित्र आत्मा नहीं, उसको स्वर्ग में नहीं जा सकता. യേശു പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനായിരുന്നു. यीशु मसीह पवित्र आत्मा को पाया है. എന്നിട്ട് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, अपने चेले लोगों से यीशु मसीह ने कहा, ഞാൻ പോകുന്നത് ഏറ്റവും നല്ലത്. मैं अभी जा रहे, एक अच्छी बात है. ഞാൻ എന്റെ കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. मैं एक सेवक को आपके लिए भेजूंगा. ആത്മാവ് നിങ്ങളെ വഴി നടത്തും. वो आत्मा आपको आगे लेकर जाएंगे. ആത്മാവ് നിങ്ങളെ ഉപദേശിക്കും. वो आत्मा आपको उपदेश दूंगा. ഈ ആത്മാവിനെ പ്രാപിക്കാനായി इस आत्मा को प्राप्त करने के ഈ लिए ശിഷ്യന്മാർ നാളുകളോളം കാത്തിരുന്നവരാണ്. हमें चेले लोग क्या किया? उसके लिए जोगते रहा ഒരു है. ദിവസം ഈ കാഴ്ചയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. आमेन. उसके लिए उन लोग तैयार किया है. യേശുവിനോട് അവർ കൂടെ നടന്നു. यीशु मसीह का साथ चला. യേശു പോകുന്ന സമയത്ത് यीशु मसीह जाने का समय യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, यीशु मसीह चेले लोगों से ऐसे कहा, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് പകരാൻ പോവുക. मैं मेरा आत्मा को आपको देने जा रहे ഈ हैं. ആത്മാവ് പകർന്നു കഴിയുമ്പോൾ इस आत्मा को मैं आपको देने के നിങ്ങൾ बाद ലോകമെങ്ങും പോയി എന്റെ സാക്ഷികളായി തീരും. सारे देश में जाकर मेरा गवाही बनेंगे. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനാണോ നമ്മൾ ഇരിക്കുന്നത്? हमें पवित्र आत्मा को पाने के लिए हम बैठ रहे क्या? വചനം ശ്രദ്ധിച്ചിരിക്കണം. हम वचन की ओर ध्यान रखना है. ദൈവമേ, ഇന്ന് എനിക്ക് ഈ ആത്മാവിനെ തരണം. परमेश्वर मुझे आज उस पवित्र आत्मा हमें प्राप्त करना है. ഞാനൊരു പാട്ടുകൾ പാടുമ്പോൾ मैं एक हम गाने का समय പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറഞ്ഞ ആഗ്രഹമുള്ളവർ हमें जितने लोग को इच्छा है मुझे पवित्र आत्मा चाहिए, उतने लोग ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടിരിക്കണം. हृदय को तैयार कर कर बैठना है. ഇത് ലഭിച്ചു കഴിയുമ്പോൾ ये आत्मा को आज मिलने के बाद നിങ്ങൾ ആള് മാറിയവരെ പോലെയാകും. हम कैसे हो जाएंगे? हम पूरी तरह से बदल നീ जाएंगे. പഴയ ആളായി മാറത്തില്ല. फिर हम एक पुराना व्यक्ति नहीं, ഒരു പുതിയ സൃഷ്ടിയായി മാറും. हम एक नया सृष्टि बनेंगे. എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും.
വന്നു. हमें प्रभु के लिए कुछ करना है कर एक इच्छा हमारे मन में आएगी. യേശു എന്നിൽ ഏൽപ്പിച്ചത് മറ്റുള്ളവർക്ക് പകരണമെന്ന് ആഗ്രഹിക്കും. परमेश्वर मुझे दिया वो दूसरे को देना कर एक इच्छा मेरे मन में आएगी. കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് परमेश्वर हमें इसलिए बुलाकर आलोक किया. ദൈവസന്നിധിയിൽ നമ്മളെ ചിലത് ഉപദേശിക്കാനാണ് വേണ്ടിയാ ദൈവം. हमें परमेश्वर का सन्निधि में हमें अनेक लोगों को उपदेश देने के लिए. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നു. परमेश्वर का वचन में इसे लिखा है. എബ്രായർ എഴുതിയ ലേഖനം 6:4-5-6 വാക്യം വായിച്ചാട്ടെ. इब्रानियों का किताब में आ जाइए, उसका 6वां अध्याय 4 आयत से लेकर पढ़े. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് ആ ആ ആ ആ ആ ആ ആ ആ പുതുക്കുവാൻ കഴിയുന്നതല്ല. आमेन. ഒരിക്കൽ പ്രകാശനം ലഭിക്കുക. हमें एक बार ज्योति पाई है. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ आज हम पवित्र आत्मा को प्राप्त करने के बाद സ്വർഗീയ ദാനമാണ് ദൈവം നിനക്ക് ദാനമായി തരുന്നത്. हमें परमेश्वर क्या हमें देता है? हमें एक दान देता है. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ എങ്ങനെയുള്ളവരായിരിക്കുമെന്ന് അറിയാമോ? पवित्र आत्मा यदि हम प्राप्त किए तो हम कैसे हो അവർ जाएंगे? ദൈവത്തിന്റെ വചനം ദിനം തോറും വായിക്കുന്നവരായിരിക്കും. हम हर रोज परमेश्वर का वचन पढ़ेंगे. അവർ ലോകത്തിൻ്റെതായ ഒന്നിലേക്കും അവരുടെ പ്രവേശനം കടന്നു പോകത്തില്ല. हमें दुनिया के बारे में ये नहीं सोचेंगे. ഇത് ലഭിച്ചവർ ये पवित्र आत्मा जितने लोग को मिला उतने लोग പിന്മാറിപ്പോയാൽ वो पीछे की ओर चले गए तो കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. परमेश्वर एक बात ये हम ऐसे कह रहे, ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, वचन स्पष्ट रूप से हमसे बात कर रहे പിന്നെ ഒരിക്കലും നിനക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയത്തില്ല. फिर कभी भी कलीसिया में नहीं आ सकता है. ഒരിക്കലായി ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി. एक बार हमें परमेश्वर हमारे लिए क्रूस पर चढ़ गया है. ഇനി നിന്റെ പാപത്തിന് വേണ്ടി ദൈവത്തിന് ക്രൂശിൽ കയറുവാൻ കഴിയത്തില്ല. अभी आपका पाप के लिए परमेश्वर दोबारा क्रूस पर नहीं चढ़ेंगे. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മോട് പറയുന്നു, इसलिए परमेश्वर का पवित्र आत्मा आज हमसे बात कर रहे ഈ हैं. ഒരു പ്രാവശ്യം നിനക്ക് പ്രവേശനം ലഭിച്ചിട്ട് एक बार आपको जो प्रवेशन मिलने के बाद ഒരു ദിവസം നിനക്ക് ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നിട്ട് एक बार पवित्र आत्मा को परमेश्वर आपको देने के बाद പിന്മാറിപ്പോയാൽ आप पीछे की ओर चले गए तो പിന്നെ ദൈവത്തിൽ നിന്ന് പിന്നെ ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. फिर परमेश्वर की ओर से आपको कुछ भी नहीं അപ്പൊ मिलेंगे. ദൈവത്തിൽ നമ്മൾ ആശ്വസിക്കുകയും हमें परमेश्वर से हमें आश्वास मिलेंगे. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും परमेश्वर का वचन हम पढ़ेंगे. അത് നമ്മൾ കേൾക്കുകയും वो वचन हम सुनते हैं, അത് നമ്മുടെ सुनेंगे. ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും वो वचन हमारे हृदय में अंगीकार करते അത് हुए നമ്മുടെ മാനസാന്തരത്തിലേക്ക് നമ്മൾ वो നടത്തുന്നതായിരിക്കും. हमें उद्धार की ओर हमें लेकर आता അപ്പൊ है. ക്രിസ്തു മുഖാന്തരം वो यीशु मसीह के द्वारा നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ हमें पवित्र आत्मा को क्यों നമ്മുടെ मिलेगा? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, हम प्रभु के लिए जीने के लिए, നമ്മൾ വിശ്വസ്തരായി തീരേണ്ടതിന് हम परमेश्वर का सन्निधि में विश्वस्त बनने के ദൈവത്തിന്റെ लिए ആത്മാവ് നമ്മുടെ മേൽ പകർന്നു തന്നു. परमेश्वर का पवित्र आत्मा को प्रभु हमारा जीवन में दिया है. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, इसलिए यशायाह भविष्यवक्ता का किताब में ऐसे लिखा है, വിവേകത്തിന്റെ ആത്മാവ് ഞാൻ നിന്റെ മേൽ പകർന്നു. मैं कैसे आत्मा दिया है? एक ज्ञान का आत्मा को मैं आपको दिया ഞാൻ है. ജ്ഞാനത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്നു. ज्ञान का आत्मा को मैं आपको दिया है. ദൈവഭക്തിയുടെ ആത്മാവ് ഞാൻ നിന്റെ ഉള്ളിൽ പകർന്നു. भय का एक आत्मा को मैं आपको दिया है. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്ന ആത്മാവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. परमेश्वर हमें दिया वो आत्मा क्या है कर हम ഞാൻ जानना ആരാണെന്ന് जरूरी നീ है. തിരിച്ചറിയണം. मैं वो परमेश्वर कौन है कर हम जानना है. ആത്മാവിന്റെ പ്രവൃത്തി വലുതാ. आत्मा का काम बड़ा है. ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, मैं कभी कभी प्रचार करने के समय ऐसे कहता है, ചില വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ परमेश्वर हमें क्यों कुछ वायदा हमें दिया है? ജഡത്തിലെയും ആത്മാവിന്റെയും കന്മഷങ്ങൾ നീക്കിക്കളയാൻ. हमारे शरीर का और आत्मा का सारे जो पापों को, जो हमें मुसीबत को दूर करने के ഈ लिए ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ इस आत्मा हमारे जीवन में आने का समय നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി നീങ്ങിപ്പോകും. हमारा जड़
का सारे अभिलाषा क्या हो जाएंगे, दूर चले നമ്മുടെ जाएंगे। സ്വഭാവത്തിന് മാറ്റം വരും, हमारा स्वभाव बदल जाएंगे। നമ്മുടെ പാപത്തിന് മാറ്റം വരും, हमें हमारे पाप को परमेश्वर നമ്മുടെ हटाएंगे, ജീവിത സാഹചര്യത്തിന് മാറ്റം വരും, हमारे अवस्था को परमेश्वर बदलेंगे, നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കും, हमारा पारिवारिक जीवन में परमेश्वर कार्य നമ്മുടെ करूंगा, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. हमारा बच्चे लोग का जीवन में बदलाहट आएंगे। ഒരു സമയത്ത് ഞാൻ ഒരു കുഞ്ഞിനെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. एक समय में एक बच्चे को परिचित किया है। പലപ്പോഴും ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ हाँ, कभी कभी वो आराधना के लिए आकर बैठने का समय, അവ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ओ प्रभु का सन्निधि में हमें जैसे बैठते वैसे देखते हुए അലസതയോടെ ഇരിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. हमें उसको कोई यहाँ ध्यान नहीं, वैसे मुझे समझ में आ അങ്ങനെ गया। ഒരു ദിവസം एक दिन ആത്മാവ് അവളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ पवित्र आत्मा उसका जीवन में आने के समय അവൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. वो आत्मा में आराधना किया അവളുടെ है। ജഡീകമായ എല്ലാ സ്വഭാവത്തിനും മാറ്റം വന്നു. जड़ का सारे स्वभाव को आत्मा बदल दिया। പിറ്റേ ആഴ്ചയിൽ അവൾ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ दूसरा हफ्ते आराधना के लिए आने का समय അവൾ ഭയഭക്തിയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ओ भय और भक्ति के साथ प्रभु का सन्निधि में അവൾ बैठा। ദൈവസന്നിധിയിൽ അവൾ ദൈവത്തിന്റെ ജ്ഞാനവും വചനവും കേൾക്കാൻ തുടങ്ങി. हमें बहुत डर के साथ परमेश्वर का वचन को सुना। അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ उनसे मैंने बात किया था, അവളുടെ സംസാരത്തിന് പോലും വലിയൊരു മാറ്റം സംഭവിച്ചു. उसका बात भी चेंज हो गया അപ്പൊ है। കുഞ്ഞുങ്ങളുടെ മേലും ഈ ആത്മാവ് പകർന്നു കഴിയുമ്പോൾ बच्चे लोग का जीवन में पवित्र आत्मा आने का समय ഈ ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. आत्मा का काम हमारे जीवन में प्रकट हो ആ जाएंगे। മാതാവും പിതാവും ഒരു ദിവസം എന്നോട് പറഞ്ഞു, उस माता और पिता एक दिन मुझसे बात किया, ഈ കുഞ്ഞിനെ കൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്. ये बच्चे के द्वारे हमारे जीवन में बहुत दर्द था। അപ്പൊ ആ മാതാവും പിതാവും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, अभी ये माता पिता मुझसे बात किया, എന്റെ മകൾ ഇന്ന് ആത്മാവിലാണ് ആരാധിക്കുന്നത്. मेरा बेटी अभी कैसे आराधना कर रहे, पवित्र आत्मा का भरपूरी के साथ आराधना कर रहे, उसका स्वभाव बदल दिया അവളുടെ है, പ്രവൃത്തിക്ക് മാറ്റം വന്നു. उसका काम बदल गया है। ഓരോ ദിനവും ദൈവമായിട്ട് അവൾ അടുക്കാൻ തുടങ്ങി. हर दिन प्रभु का करीब आते रहे ഞങ്ങൾ हैं। പോലും ചിന്തിക്കുന്നതിനപ്പുറമായി हम सोचने से अधिक ഞങ്ങളുടെ കുഞ്ഞ് ആത്മാവിൽ വളരാൻ തുടങ്ങി. हमारा बच्चे आत्मा में बढ़ने शुरू किया ഈ है। ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ये पवित्र आत्मा हमारे जीवन में आने का समय है। അറിയാതെ തന്നെ നമ്മൾ കുറ്റബോധമുള്ളവരായി മാറും. हमें अनजान हम क्या हो जाएंगे, हमें 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 सारे गलती हमारे आत्मा हमें बता कर दूंगा। സങ്കീർത്തനം हमें वचन संहिता 27 13 14 പറയുന്നുണ്ട്, भजन संहिता 27 का 14 और ഞാൻ ജീവനുള്ള ദേശത്ത് भजन संहिता 27 का 14 पढ़े। 27 അല്ല, ഞാൻ ജീവനുള്ള ദേശത്ത് നോക്കിയേ, ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, यहाँ परमेश्वर का वचन ऐसे लिखा है, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് हमें जो जीवित व्यक्ति लोगों का देश में ഞാൻ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ मैं भलाई को देखूंगा कर कर विश्वास नहीं किए तो അത് കഷ്ടമാണെന്നാണ് ദൈവത്തിന്റെ वो വചനം मेरे പറയുന്നത്. लिए कष्ट है कर कर लिखा है। യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, परमेश्वर की ओर हमें विश्वास भय रखते हुए, ധൈര്യപ്പെട്ടുകൊള്ളുക, हमें शक्ति पाते हुए, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, आपका हृदय स्थिर रखते हुए അതേ യഹോവയിൽ തന്നെ പ്രത്യാശ വെച്ചുകൊള്ളുക. यहोवा की बात जोगते रहे। അപ്പൊ ദൈവത്തിന്റെ നന്മ നമ്മൾ കാണണമെങ്കിൽ परमेश्वर का भलाई को हम देखने के लिए ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. कुछ कष्टता हमारा जीवन में आ सकता है। നമ്മുടെ ജീവിത സാഹചര്യം തന്നെ മാറണം. हमारा जीवन का अवस्था बदलना है। നമ്മൾ യഹോവയിൽ തന്നെ പ്രത്യാശയുള്ളവരായി മാറണം. हम परमेश्वर की ओर जोगता रहना നമ്മൾ है। അവനിൽ തന്നെ ഉറച്ചിരിക്കുന്നവരായി മാറണം. हम प्रभु में स्थिर रहना है। അവനിൽ തന്നെ പ്രത്യാശയുള്ളവരായി മാറണം. यहोवा की बात जोगता रहना है। ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ हमें परमेश्वर का वचन को हमें मानने के लिए तैयार है तो ഇന്ന് ഈ ആത്മാവിനെ നമുക്ക് പ്രാപിക്കാൻ കഴിയും. आज इस आत्मा को हमें प्राप्त कर നമ്മൾ सकते എത്ര हैं। പേര് ഒരുക്കത്തോടെ വന്നിട്ടുണ്ട്? आज कितने लोग तैयारी के साथ हम आ गए। നമ്മെ തന്നെ ഒന്ന് മറക്കണം. ദൈവത്തിന് സ്തോത്രം. अपने आप हम भूल जाना है। ദൈവത്തിൽ പ്രത്യാശ വെക്കുക. प्रभु में हमें भरोसा रखना है। പ്രത്യാശ വെച്ചു കഴിയുമ്പോൾ हम जैसे प्रभु में भरोसा रखेंगे तो അറിയാതെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. परमेश्वर से हम कुछ प्राप्त करेंगे। ഒരു രക്ഷ നമുക്കില്ല.
खुदावन तेरे नाम की രക്ഷ महिमा. മാത്രമേ നമുക്കുള്ളൂ. അതവൻ Oh, ക്രൂശിൽ നമുക്ക് വേണ്ടി തന്നു. thank you, खुदावन. അത് നമുക്ക് ക്രൂശിൽ അവൻ തന്നു. കണ്ണുകളടച്ച് ദൈവത്തോട് പറ. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. Yes. നമ്മുടെ ദൈവം വലിയവനല്ലോ. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഹൃദയം നിറഞ്ഞൊന്ന് പറഞ്ഞാട്ടെ. അപ്പാ, പകർന്ന ആത്മാവിനായി സ്തോത്രം. ദൈവമേ, നിലനിൽക്കട്ടെ, നിലനിൽക്കട്ടെ. ഞങ്ങളുടെ മേൽ പകർന്നതുപോലെ, ഞങ്ങളുടെ മേൽ പകർന്നതുപോലെ ദൈവം ഈ ആത്മാവിലേക്ക് പകരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നപ്പാ. വായിൽ ലഭിച്ച ഒരു വാക്കാണെങ്കിലും അത് ദൈവത്തോട് നീ ഉച്ചരിച്ചുകൊണ്ട് പറ. Amen. ഈ ആത്മാവിനെ എനിക്ക് ആവശ്യമാണ്. ലഭിച്ചവരെല്ലാം ദൈവത്തോട് പറ, ദൈവമേ എനിക്ക് നിന്റെ ആത്മാവിനെ തന്നതിനായി സ്തോത്രം. Bless your name. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ആത്മാവിനെ ലഭിച്ചു? ജീസസ്. ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ച ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ ഈ ആത്മാവിനെ എനിക്ക് നൽകിയതിനായി സ്തോത്രം. നീ എന്റെ ഈ ആത്മാവിനെ എന്റെ മേൽ പകർന്നതിനായി സ്തോത്രം. ഇത് ലോകമെങ്ങും വ്യാപരിക്കത്തക്കവണ്ണം എന്റെ ദൈവം ഉപയോഗിക്കണമേ, എന്റെ ദൈവം ഉപയോഗിക്കണമേ. ഒന്ന് ഹൃദയത്തിൽ പറഞ്ഞാട്ടെ. തളർച്ച ആ ശത്രു കൊണ്ടുവരുന്നതാണ്. ക്ഷീണം അത് ശത്രു കൊണ്ടുവരുന്നതാണ്. രോഗികളായിരുന്ന പലരും ആത്മാവിൽ ആരാധിച്ചപ്പോൾ ക്യാൻസർ വരെ മാറിപ്പോയേ. ആത്മാവിൽ ആരാധിച്ചപ്പോൾ നടുവിന്റെ വേദനയാൽ ഭാരപ്പെട്ടവർ അവർ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചു. Hallelujah. Thank you, thank you, thank you, thank you. ഹല്ലേലൂയ. യേശുവിന്റെ നാമം. സംസാരിക്കാൻ കഴിയാതിരുന്നവർ ദൈവാത്മാവിന്റെ മേൽ വന്നപ്പോൾ അവരെല്ലാം സ്വഭാവം മാറി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. നിനക്ക് രോഗസൗഖ്യം ആവശ്യമാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, എന്റെ കുറവുകളെ ക്ഷമിക്കണമേ, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. ആരാധനയുടെ നടുവിൽ ദൈവത്തോട് പറ, നിന്റെ ദൈവത്തെ സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ ആത്മാവാ പറയുന്നത്. ദൈവത്തെ ഏൽപ്പിച്ചോട്. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. എത്ര പേര് ആത്മാവ് പ്രാപിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിൽ തോന്നിയെങ്കിൽ ദൈവത്തോട് പറ, ദൈവമേ എനിക്ക് നന്നതിനായി जो लोग पवित्र आत्मा को पाया, जितने लोग कहे परमेश्वर से कहे നിന്റെ മേൽ പകർന്നിരിക്കുക. आमेन. परमेश्वर आपको दिया. എഴുന്നേൽക്കുമ്പോൾ आमेन. आप ऐसे उठने ചില അത്ഭുത പ്രവൃത്തികൾ നീ കണ്ടു കാണും. कुछ अद्भुत कामों को हमने നിന്റെ ഹൃദയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. आपका हृदय में परमेश्वर बात ഹല്ലേലൂയ. നിന്റെ സ്വഭാവത്തിന് മാറ്റം വരാൻ പോകും. आपका स्वभाव को चेंज आ നിന്റെ गया. ജീവിതം മാറാൻ പോകുക. आपका लाइफ बदलने जा रहा है. നിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ പ്രവൃത്തികൾ മാറാൻ പോകുക. आपका बच्चे आशीष होने जा ഒരു रहा है. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറാൻ പോകുക. आपका पीढ़ियों को परमेश्वर ब्लेस തലമുറ करने जा रहा തലമുറയായി ദൈവം നിന്റെ കൂടെ ഇരിക്കാൻ പോകുക. है. आमेन. पीढ़ियों के साथ तो നീ परमेश्वर रहने जा रहा മുഖാന്തരം നിന്റെ കുടുംബം വിടുവിക്കപ്പെട്ടു. है. आपके द्वारा आपका परिवार നിന്റെ आशीष होने जा കുഞ്ഞുങ്ങൾ रहा है. മുഖാന്തരം മറ്റുള്ള തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. आपका बच्चे के द्वारा अनेक लोग आशीष पाने ദൈവകരങ്ങളിലേക്ക് होने जा നമുക്ക് रहे हैं. ഏൽപ്പിച്ചു കൊടുക്കാം.